മറ്റുള്ളവരുടെ വേഗതയെ നോക്കി നമ്മുടെ വേഗത അളക്കേണ്ടതില്ല. ഓരോരുത്തരും ഓരോ തരക്കാരായിരിക്കും. ഒരു ചെടിയിലെ പൂവിനെ തന്നെ നോക്കൂ. ആ പൂക്കൾ പലതും പല സമയത്താണ് വിരിയുന്നത്. ഒന്നും ഒരു സമയത്ത് ഒരുമിച്ച് വിരിയുന്നില്ല. കുറ്റപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ കുറ്റപ്പെടുത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർക്ക് വേണ്ട. ഒരേ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവർ കുറ്റപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കാരണം കൊണ്ട് കുറ്റപ്പെടുത്തുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരെയും ജീവിതത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുക. കാരണം വലിയ പരാജയങ്ങളായിരിക്കും അവർ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ. അവരുടെ ലൈഫിൽ വലിയ പരാജയമായിരിക്കും. അവരാണ് അവരുടെ മന്തുകാല് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് വഴിയെ പോണവരെ മന്തുകാല എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഒരിക്കൽ പോലും മുൻപോട്ട് ഒരു പൊസിഷൻ പോലും എടുക്കാൻ ധൈര്യമുള്ളവരായിരിക്കില്ല. അവർ നിങ്ങളുടെ വളർച്ച കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ പോരായ്മയും കുറവുകളും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ധൈര്യം എന്നുള്ളത് അത് നിങ്ങൾക്കുണ്ട്. ധൈര്യം എല്ലാവർക്കും അതുണ്ടായിരിക്കണമെന്നില്ല. അതുപോലെ എല്ലാവർക്കും മറുപടി കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് മാത്രം കുതിക്കുക. പറയേണ്ടവരവിടെ പറഞ്ഞോട്ടെ, അതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. പലരെയും സംതൃപ്തിപ്പെടുത്താനല്ല നമ്മുടെ ലൈഫ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം പലതിനും ചെവി കൊടുക്കാതിരിക്കുക, പലതിനും പ്രതികരിക്കാതിരിക്കുക. മൗനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുക. ഒന്നും പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പല വായിൽ കൂടെ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം നിറവേറണമെങ്കിൽ, നിങ്ങളൊരു അംബിഷൻ ഉണ്ടെങ്കിൽ അത് പല വായിക്കൂടെ പലരും പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിശബ്ദമായി മാത്രം ചെയ്യാൻ ശ്രമിക്കുക.